ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിതാഭ് ചക്കാലക്കൽ എന്ന സിനിമാ താരങ്ങളുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. ചോദ്യം നമ്പർ 1. ദുൽഖർ സൽമാൻ വിദേശത്ത് നിന്ന് വണ്ടികൾ അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് കേരളത്തിൽ വിറ്റോ? എന്താ ഉത്തരം? ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ചോദ്യം നമ്പർ 2. ദുൽഖർ സൽമാൻ അതിർത്തി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിലോ വിൽപ്പന ഡോക്യുമെന്റുകൾ ഉണ്ടാക്കുന്നതിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ മറ്റേ മൈഡിയർ സാറ് പറഞ്ഞതുപോലെ പരിവഹൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നതിലോ ഭാഗവാക്കായോ? ഉത്തരം എന്താ? ഇല്ല, ഇല്ല, ഇല്ല. ചോദ്യം നമ്പർ 3. ദുൽഖർ സൽമാൻ മറ്റേ മൈഡിയർ സാറ് പറഞ്ഞതുപോലെ തീവ്രവാദ പ്രവർത്തനത്തിലോ മയക്കുമരുന്ന് കള്ളക്കടത്തിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നിയമവിരുദ്ധമായ പ്രവൃത്തികളിൽ ഇടപെട്ടോ പങ്കുണ്ടോ? ഉത്തരം എന്താ? ഇല്ല, ഇല്ല, ഇല്ല. ചോദ്യം നമ്പർ 4. ദുൽഖർ സൽമാൻ ഭൂട്ടാനിലോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്കോ പണം കടത്തുകയോ അവിടെ പോയി പണം കൊടുത്ത് അതിർത്തി കടന്നുപോയി പണം നൽകി വണ്ടി വാങ്ങിക്കൊണ്ടുവരികയോ മറ്റോ ചെയ്തോ? ഉത്തരം എന്താ? ഇല്ല, ഇല്ല, ഇല്ല. ചോദ്യം നമ്പർ 5. ഫെമ ലംഘനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശ നാണ്യ വിനിമയ ലംഘനം. എന്താണ് ഇങ്ങനെ പറഞ്ഞ അർത്ഥം സാറന്മാരെ? അതെങ്ങനെയാണ് വണ്ടിയുടെ കാര്യത്തിൽ ദുൽഖർ സൽമാൻ എങ്ങനെയാണ് ഫെമ ബാധകമായത്? എന്തിനാണ് ഇന്നലെ നടന്ന ഇഡിയുടെ റെയ്ഡ്? നമുക്ക് കൊച്ചി ഇഡിയെ കുറിച്ചുള്ള ഒരു വാർത്ത, ഈ അടുത്ത് വന്നൊരു വാർത്ത ഒന്ന് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ബാക്കി തുടങ്ങാം. കൈക്കൂലി കേസിൽ പ്രതിയായ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് കുരുക്കായി കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ കോടികളുടെ നിക്ഷേപമാണ് അല്ലെങ്കിൽ ഇടപാടുകളാണ് ഈ ഓഹരിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ളത്. നല്ല സത്യസന്ധതയുള്ള ഏജൻസിയാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാട്ടോ ഈ വീഡിയോ ഇപ്പൊ നിങ്ങളെ ഒന്ന് കാണിച്ച് ബാക്കി ഞാൻ വഴിയെ പറയാം. ഇന്നലെ ദുൽഖറിന്റെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് ആയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ പക വീട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് നോക്കിയേ. ഇന്നലെ അതിന്റെ തലേ ദിവസം ഇഡി ഇവിടെ റെയ്ഡ് നടത്തുന്നതിന്റെ തലേ ദിവസം ദുൽഖറിന്റെ വണ്ടി വിട്ടുകൊടുക്കാൻ കസ്റ്റംസിനോട് കോടതി പറയുന്നു. ഓപ്പറേഷൻ നംഖോറുമായി ബന്ധപ്പെട്ട താൽക്കാലിക ആശ്വാസം ലഭിച്ചിരിക്കുന്നു എന്നതാണ്. വാഹനം വിട്ടു നൽകുന്നത് പരിഗണിക്കണം എന്ന് കസ്റ്റംസിനോട് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. എടാ, നിന്നെ ഞങ്ങൾ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലടാ എന്നും പറഞ്ഞ അപ്പൊ തന്നെ ഇഡി ചാടി ഇറങ്ങുകയാണ് റെയ്ഡുമായി. ഇഡി നടപടി ദുൽഖറിന് അനുകൂലമായ ഹൈക്കോടതി വിധി വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു. അതായത് കസ്റ്റംസ് കേസിൽ ദുൽഖറിന് അനുകൂലമായ വിധി വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇഡി ഇറങ്ങിയിരിക്കുന്നത്. NIA, CBI, ED, IT, CAG, കസ്റ്റംസ് ഇതൊക്കെ കുറെ കാലമായിട്ട് രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്ന് പരക്കെ ആരോപണമുണ്ട്. എന്താ ഈ എക്സ്റ്റോർഷൻ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? കൊള്ളയടിക്കൽ. ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയായ ഇഡിയെ എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റ് എന്ന് വിളിച്ചത്? ചുമ്മാതാവില്ല അല്ലെ? എന്തായാലും അതിനൊരു കാരണമുണ്ടാകും. കഴിഞ്ഞ കുറെ കാലമായിട്ട് രാഷ്ട്രീയ ആയുധമായി ഭരിക്കുന്ന പാർട്ടി പക പോക്കാനായി, വ്യക്തിവൈരാഗ്യം തീർക്കാനായി, സ്വന്തം വരുതിക്ക് കൊണ്ടുവരാനായി അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് ആരോപണമുണ്ട്. ഒന്നാം NDA സർക്കാരിന്റെ കാലത്ത് ഇഡി 42 കേസാണ് എടുത്തത്. രണ്ടാം NDA സർക്കാരിന്റെ കാലത്ത് എണ്ണം 151. എന്നാൽ കേസ് എടുക്കുന്നതിലെ ഈ വീറും വാശിയും വീര്യവും ഒന്നും കേസ് തെളിയിക്കുന്നതിലില്ല. 1-2 NDA സർക്കാരുകളുടെ കാലം എന്ന് വെച്ചാൽ 2014 തൊട്ട് 24 വരെയുള്ള 10 കൊല്ലം കൊണ്ട് തെളിയിക്കപ്പെട്ടത് ഓരോ കേസുകളാണ്. ആകെ 2 10 വർഷത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് MP-മാർക്കും MLA-മാർക്കും രാഷ്ട്രീയക്കാർക്കുമെതിരെ രജിസ്റ്റർ ചെയ്ത 193 കേസുകളിൽ തെളിയിക്കാനായത് 2 മാത്രം എന്നാണ് പറഞ്ഞത്. എന്നാൽ മൊത്തം നോക്കിയാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഇഡി ഫയൽ ചെയ്ത മൊത്തം 5000 കേസുകളിൽ 40 എണ്ണത്തിൽ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്ന് വെച്ചാൽ പേടിപ്പിക്കാൻ, ആളുകളെ വരുതിയിൽ നിർത്താൻ, നിലയ്ക്ക് നിർത്താൻ, മുട്ടിലിഴയിക്കാനൊക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്ന് ആരെങ്കിലും കരുതിയാൽ അവരെ കുറ്റം പറയാനൊന്നും കഴിയില്ല. ഏജൻസികളുടെ വേട്ടയാടലാണോ നടക്കുന്നത്? അല്ല മനോരമയൊക്കെ മൈക്ക് ദുൽഖറിന്റെ വായിലേക്ക് കുത്തി കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തിനടാ നീയൊക്കെ ദുൽഖറിന്റെ വായിലേക്ക് മൈക്ക് കടത്തുന്നത്? എന്തിനാ ദുൽഖറിന്റെ അഭിപ്രായം ചോദിക്കുന്നത്? സാധാരണ ചെയ്യുന്ന പോലെ സൂചന ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ആണത്രേ, ഉണ്ടത്രേ, കണ്ടത്രേ എന്നൊക്കെ പറഞ്ഞ എഴുതി നിറച്ചാ പോരെ. എന്തിനാണ് ദുൽഖറിന്റെ അഭിപ്രായം ചോദിക്കുന്നത്? സംശയം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നലത്തെ മനോരമ വാർത്ത നോക്കൂ. ദുൽഖറിന്റെ വീട്ടിൽ റെയ്ഡ് വന്ന ദിവസം, ഇഡി റെയ്ഡ് നടത്തിയ ദിവസം മനോരമയിൽ വന്ന വാർത്തയുടെ തലക്കെട്ട് ഭൂട്ടാൻ കാർ കടത്തൽ അന്വേഷണത്തിനൊരുങ്ങി കൂടുതൽ കേന്ദ്ര ഏജൻസികൾ, ഇഡി റെയ്ഡ് അവസാനിച്ചു എന്നാണ്. ആ വാർത്തയിലെ ഒരു പാരഗ്രാഫ് ഇങ്ങനെയാണ്:
ശ്രദ്ധിച്ചു കേൾക്കണേ. നേരത്തെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പരിശോധന നടത്തിയ 17 സ്ഥലങ്ങളിലാണ് ED ഇന്ന് പരിശോധന നടത്തുന്നത്. അതിനിടെ കേസിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായേക്കുമെന്ന് സൂചനകൾ. ആരുടെ സൂചന? അവന്റെ അമ്മയുടെ അച്ഛന്റെ വീടിന്റെ അടുത്ത എന്റെ വീട്. ആര് നൽകിയ സൂചനയാ അത്? ആരാണ് ചരടുവലികൾ നടത്തുന്നത്? മനോരമയ്ക്ക് ആരാണ് വാർത്തകൾ നൽകുന്നത്? ബാക്കി വാർത്ത നിങ്ങൾ നോക്കൂ. കസ്റ്റംസിന് പിന്നാലെ EDയും ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ ആദായ നികുതി വകുപ്പും വൈകാതെ പരിശോധനകൾ നടത്തിയേക്കും. അടിപൊളി അല്ലേ? എങ്ങനെയാണ് മനോരമയ്ക്ക് മനസ്സിലായത് ആദായ നികുതി വകുപ്പ് വരാൻ പോവാന്ന്? ബാക്കി വാർത്ത കൂടെ കേട്ടാൽ ഈ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാവും കേസ്. NIA, CBI തുടങ്ങിയവയുടെ അന്വേഷണം ഉണ്ടാകുമോ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബാക്കി തീരുമാനിക്കും. അങ്ങനെയെങ്കിൽ വാഹന ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമിടപാടിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണം NIA ആയിരിക്കും നടത്തുക. അടിപൊളി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം, സൈന്യം, US, UK എംബസികൾ എന്നിവയുടെ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് വാഹന ഇടപാട് നടത്തിയെന്ന് തെളിഞ്ഞാൽ അത് CBI അന്വേഷിക്കും. എന്തായാലും ഭൂട്ടാൻ വാഹന ഇടപാടിലെ അന്വേഷണം ഉടൻ അവസാനിച്ചേക്കില്ല എന്ന സൂചനകളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നാണ് മനോരമ വാർത്ത. അത് ഏത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് മനോരമയ്ക്ക് വിവരം നൽകുന്നത് നമ്മൾ പ്രത്യേകം ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മമ്മൂക്കയെയും ദുൽഖറിനെയും പൃഥ്വിരാജിനെയും പൂട്ടാൻ വേണ്ടി ആരോ ഒരുമ്പെട്ടിരങ്ങിയിരിക്കുന്നു. കുഴി കുത്തിവെച്ചിട്ട് വീഴ്ത്തുകയാണ്, ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കുക എന്നതാണ് കുറച്ചു കാലമായി ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയം. ഷാരൂഖ് ഖാനെയും മകൻ ആര്യൻ ഖാനെയും അവര് വേട്ടയാടിയ എണ്ണമറ്റ കേന്ദ്ര ഏജൻസികളെയും അവർക്ക് ചൂട്ടുപിടിച്ച സമീർ വാങ്ഡെ എന്ന ഉദ്യോഗസ്ഥനെയും നമ്മൾ മറക്കരുത്. ആ കേസ് പിന്നീട് എങ്ങനെ ഒരു തെളിവുമില്ലാതെ പോയി എന്ന കാര്യം ഒട്ടും മറക്കരുത്. നിങ്ങൾ ഇനി ആ സ്ഥാനത്ത് മമ്മൂക്കയെയും ദുൽഖറിനെയും സമീർ വാങ്ഡെയുടെ സ്ഥാനത്ത് മൈ ഡിയർ സാർ ടിജുവിനെയും ഒന്ന് സങ്കല്പിച്ച് നോക്കുക. എങ്ങോട്ടാണ് ഈ കാര്യങ്ങൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. മറ്റൊരു കാര്യം നിങ്ങൾ മറന്നുപോയോ? എമ്പുരാൻ സിനിമ ഇറങ്ങുന്നു. ഫസ്റ്റ് ഡേ തന്നെ അത് വിവാദമാകുന്നു. സിനിമയിൽ ഗുജറാത്ത് കലാപം കാണിച്ചതിനെ തുടർന്ന് ഇവരുടെ പലരുടെയും വികാരം വ്രണപ്പെടുന്നു. സിനിമ ഇറങ്ങിയതിന്റെ പിറ്റേന്ന് എന്താണ് ഇവിടെ സംഭവിച്ചത്? നിർമ്മാതാവ് ഗോകുലം ഗോപാലിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും ED റെയ്ഡ്. ED റെയ്ഡ് തന്നെ. പ്രമുഖ വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലിനെ ED ചോദ്യം ചെയ്യുന്നു. എമ്പുരാൻ ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയാണ് ഗോകുലം ഗോപാലൻ. ചിത്രത്തിനെതിരെ RSSും BJPയും കടുത്ത എതിർപ്പുയർത്തിയതിന് പിന്നാലെയാണ് റെയ്ഡ്. മുമ്പ് ഞാൻ എന്നെ സ്ഥിരം കാണുന്നവർക്കറിയാം, കുറേയധികം വീഡിയോകൾ എങ്ങനെയാണ് ED ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി കേസുകൾ എടുക്കുന്നത്, എങ്ങനെയാണ് ആളുകളെ പേടിപ്പിക്കുന്നത്, ED റെയ്ഡിന് ശേഷം അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയാണ് ആളുകൾ ഓടിപ്പോയി ഇലക്ട്രൽ ബോണ്ട് വാങ്ങി കൈക്കൂലി പോലെ ഭരിക്കുന്ന പാർട്ടിക്ക് നൽകിയത്, എങ്ങനെയാണ് ഇത്രയധികം കേസുള്ള ആളുകൾ BJP പാർട്ടിയിൽ ചേർന്നപ്പോൾ അവരുടെ കേസുകൾ ഇല്ലാതായത് തുടങ്ങിയ വിശദമായ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അതൊക്കെ വീണ്ടും പ്രസക്തമാവുകയാണ്. അതുകൂടാതെ EDയും മറ്റു കേന്ദ്ര ഏജൻസികളും വേട്ടയാടിയിരുന്ന പല നേതാക്കളും BJPയിൽ ചേർന്നപ്പോൾ അവരുടെ കേസുകൾ തേഞ്ഞു മാഞ്ഞു പോയതൊരു വലിയ വിഷയമാണ്. 2 ദിവസം ഇരുന്ന് സംസാരിക്കാനുള്ള വിഷയമുണ്ട്. BJPയുടെ വാഷിംഗ് മെഷീനിൽ ഇട്ടപ്പോൾ അവര് വെളുത്ത് തുടുത്ത് നിർമ്മലരായത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറച്ച് ചരിത്രം ചുരുക്കി പറഞ്ഞാൽ 2014 പ്രത്യേകത അറിയാം. 1ാം മോദി സർക്കാർ അധികാരത്തിൽ വരുന്നു 2014. അതിനുശേഷമാണ് ഈ ചരിത്രമൊക്കെ എങ്ങനെയായത്. അതിനുശേഷം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രതിപക്ഷത്തെ 25 നേതാക്കൾക്കെതിരെ അഴിമതി കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോൺഗ്രസിൽ നിന്നുള്ള 10 പേർ, NCPയിൽ നിന്നുള്ള 4 പേർ, ശിവസേനയിൽ നിന്നുള്ള 4 പേർ, തൃണമൂൽ കോൺഗ്രസിലെ 3 പേർ, TDPയിലെ 2, സമാജ്വാദി പാർട്ടിയുടെ YSR കോൺഗ്രസിന്റെയും ഓരോ നേതാക്കൾക്കെതിരെയായിരുന്നു ഈ അന്വേഷണങ്ങൾ വന്നത്. വിവിധ കേന്ദ്ര ഏജൻസികളുടെ ഈ ED, CBI എല്ലാവരും NIA ഒക്കെ ഇറങ്ങിയതിന് പിന്നാലെ ഇവരൊക്കെ BJPയിൽ ചേർന്നു. അതോടെ എല്ലാ കേസും തീർന്നു. മഹാത്ഭുതം. പൃഥ്വിരാജ് കഴിഞ്ഞ കുറെ കാലമായി ഇവരുടെ നോട്ടപ്പുള്ളിയാണ്. എമ്പുരാൻ പോലെ ഒരു സിനിമ എടുത്തതിൽ, അതിൽ ഗുജറാത്ത് കലാപം പോലെ ഒരു കലാപത്തെ കാണിച്ചതിൽ പൃഥ്വിരാജിനെ അവർ വെറുതെ വിടുമെന്ന് കരുതുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇത് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. പറഞ്ഞു പഴകിയതാണെങ്കിലും എനിക്ക് വീണ്ടും 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 പറയാനുള്ളത്, പ്രൊട്ടസ്റ്റ് പുരോഹിതനും നാസി വിരുദ്ധ പ്രവർത്തകനുമായിരുന്ന മാർട്ടിൻ നീമോളറുടെ ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു. ഞാനൊന്നും മിണ്ടാതെ നിന്നു, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ തൊഴിലാളികളെ തേടി വന്നപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു തൊഴിലാളി ആയിരുന്നില്ല. പിന്നീട് അവർ ജൂതരെ തേടി വന്നു, അപ്പോഴും ഞാൻ ഒന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു ജൂതനായിരുന്നില്ലല്ലോ. ഒടുവിൽ അവർ എന്നെ തേടി വന്നു. എന്നെ തേടി വന്നപ്പോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഭൂമിയിൽ. ഈ അവസ്ഥ ആർക്കും വരരുത്. ഒന്നിച്ചു നിൽക്കുക, പോരാടുക. ഇന്ന് മമ്മൂക്കയെയും ദുൽഖറിനെയും പൃഥ്വിരാജിനെയും തേടി വന്നവർ
നാളെ നമ്മളെ തേടി വരും. ഒന്നിച്ചു നിൽക്കുക. മമ്മൂക്കയ്ക്കും ദുൽഖറിനും പൃഥ്വിരാജിനും പിന്തുണ.